ഡിസിഷൻ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്. അതൊക്കെ പല തവണയും പല ആളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു ഒരു ഹരമുള്ള, അതായത് ഒരു നല്ലൊരു ഒരു ഒരു നമ്മളെ മക്കളെ പോറ്റി നമ്മളെ മക്കളെ പഠിപ്പിച്ച് നമ്മളെ വീട്ടിൽ ആഹാരം കഴിക്കുന്ന ഒരു തൊഴിലാണ് ബ്രോക്കറേജ് എന്ന് പറയുന്ന ആ സംഗതിയെ നമ്മൾ ഒരു കാലത്ത് എല്ലാവരും പറയാൻ മടിക്കുന്നൊരു കാലഘട്ടം. അന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത്. ഇന്നിപ്പോൾ എനിക്ക് പറയാം, ബ്രോക്കർ അക്കാഡമി തുടങ്ങിയത് മുതൽ നമ്മളടുത്ത് കുറേ ആൾക്കാർ പഠിച്ചു പോയത്, കുറേ ആൾക്കാർ. പിന്നെ നമുക്കിപ്പോൾ നിങ്ങൾ 14 ജില്ലയിൽ എവിടെ ലാൻഡ് പറഞ്ഞോളൂ. രമ്യ ഒരു സ്ഥലത്ത് ചോദിച്ചു എന്നോട്, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഇങ്ങനെ പയ്യന്നൂർ അടക്കല്ല ഓരോരോ ലാൻഡുകൾ, തിരുവനന്തപുരം, വിഴിഞ്ഞം വരെ. വിഴിഞ്ഞത്ത് ഇപ്പോൾ നമ്മളൊരു ഓഫീസുണ്ട്. അവിടെ എത്ര സറൗണ്ടിങ്ങിൽ ഹൈവേൻ്റെ മുന്നിൽ എന്തുണ്ട് വില, ഏതാണ് ലാസ്റ്റ് കച്ചവടം നടന്നത്, കേരളത്തിലേതാണ് വലിയ കച്ചവടങ്ങൾ നടന്നത്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും. ഞാൻ ചോദിച്ചും മനസ്സിലാക്കും. അത് ഈ ബ്രോക്കർമാരോടും മറ്റവരോടും എല്ലാവരോടും ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിലെത്തും. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ്. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ആരെങ്കിലും അവിടെ എത്ര വില ഉണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അത്താണി എന്ത് വില ഉണ്ട്, അപ്പോൾ ഏതാ സ്ഥലം ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിറവാണ്, പത്തനംതിട്ടയാണ്, ഏതാണെന്നില്ല, ആലപ്പുഴ ജില്ലയിൽ എവിടെയാണെങ്കിലും അത് നമ്മൾ ആ കാലത്ത് വന്നൊരു ആ വന്ന വഴിയില്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്.